ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത ക്രൈംബ്രാഞ്ച് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. DGPക്ക് കിട്ടിയ വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഒടുവിൽ കേസെടുത്തിരിക്കുന്നു. വകുപ്പ് ചുമത്തിയതാണെങ്കിൽ പെൺകുട്ടികളെ ശല്യം ചെയ്തു എന്നുള്ളതാണ്, പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ളതാണ്. ഇനിയും കൂടുതൽ നടപടികൾക്കുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ടോ ഷഫീദ്? രജിത, ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യം. അതിന് പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുന്നതിലെ സാധ്യത പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് പലതരത്തിലുള്ള പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചുവെന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ചില പരാതികൾ ചില സ്റ്റേഷനുകൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊരു തേർഡ് പാർട്ടി പരാതി ആയതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൂടുതൽ നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു നിയമോപദേശം. എന്നാൽ അതിന് പിന്നാലെ ലഭിച്ച ചില പരാതികൾ, ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അതിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തി എന്ന വകുപ്പാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ പരാതികൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്നും ലഭിക്കുന്ന വിവരം. അതിൽ തന്നെ ചില പരാതികളിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൂടി ഉൾപ്പെടുത്തി കൂടുതൽ FIR, ആവശ്യമെങ്കിൽ ഒരേ FIRൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ആ പരാതി ഒരുപക്ഷെ ഒരു സീക്രട്ട് സ്വഭാവത്തിലായിരിക്കും പോവുക എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് തന്നെ ഈ പരാതി നേരിട്ട് കൈമാറുന്നത് കൂടുതൽ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് മേധാവിക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഈ വ്യാജരേഖാ വിവാദത്തിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തിന് ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ലൈംഗിക ആരോപണ വിവാദത്തിൽ കൂടി ക്രൈംബ്രാഞ്ച് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. അടുത്ത ഘട്ടം വിവാദം കത്തി നിൽക്കുന്നതിനിടയിലും കോൺഗ്രസ് തീർത്ത പ്രതിരോധം ഇതുവരെ പോലീസിന് മുമ്പിൽ ഒരു പരാതിയോ കേസോ ഉണ്ടോ എന്നുള്ളതായിരുന്നു. ഇപ്പോഴിതാ കേസ് വരുന്നു. അത് കൂടുതൽ പ്രതിരോധത്തിലാക്കില്ലേ കോൺഗ്രസിനെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ? ഷഫീദ് റാവുത്തർ, കോൺഗ്രസിനെ രാഷ്ട്രീയമായി വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന ഒരു നടപടിയായി നമുക്കിതിനെ കാണാൻ കഴിയും. കാരണം ആദ്യഘട്ടം മുതൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ ന്യായീകരണം ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ കേസുകളില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ധാർമ്മികതയുടെ പുറത്ത് രാജിവെച്ചു പോകുന്നു, പദവികൾ ഒഴിയുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനു പിന്നാലെ ഇപ്പോൾ ഒരു കേസ് വരുമ്പോൾ സ്വാഭാവികമായും MLA സ്ഥാനത്ത് തുടരാൻ അദ്ദേഹം അർഹനാണോ എന്നുള്ള ചോദ്യമടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരും. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി MLA പദവി ഒഴിയണം നടക്കമുള്ള കാര്യങ്ങൾ നിലപാടായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ ഇതൊരു സാഹചര്യം, അതൊരു രാഷ്ട്രീയ സാഹചര്യമായി കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതായാലും നിയമപരമായ നടപടി അതെങ്ങനെ പോകുമെന്നുള്ള കാര്യം വരും മണിക്കൂറുകളിൽ അറിയാം. നിലവിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് സംസ്ഥാന ക്രൈംബ്രാഞ്ച് തന്നെ ഒരു കേസെടുത്തിരിക്കുന്നു. ഇതിൽ എത്ര പരാതികളുണ്ട്, എത്ര തരത്തിലുള്ള പരാതികൾ ഗുരുതരമാണ്, ഏതൊക്കെ വകുപ്പുകൾ അക്കാര്യത്തിൽ ഇനി ആഡ് ഓൺ ചെയ്യപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഗൗരവമുള്ളതാണ്. രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ ഇതുവരെ ഉയർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിനേറ്റ ഒരു തിരിച്ചടി കൂടി അതിനെ കണക്കാക്കാൻ കഴിയും. കാരണം നിയമപരമായ നടപടികളില്ലല്ലോ, നിയമപരമായ കേസുകളില്ലല്ലോ, അല്ലെങ്കിൽ കുറ്റപത്രമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന രാഹുലിന് മുന്നിൽ സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടിയിലേക്ക് കടക്കുന്ന ഒരു കേസ് വരുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടിയാണ്. ഷഫീദ്, ഈ ഇരകൾ നൽകുന്നതല്ലെങ്കിൽ കൂടി വേറെ ചില പരാതികൾ പോലീസിന് മുമ്പിലുണ്ട്, ബാലാവകാശ കമ്മീഷന് മുമ്പിലൊക്കെ ഉണ്ട്. അത് ഈ ഗുരുതര സ്വഭാവത്തിലുള്ള പരാതികളുമാണ്. അതിൽ പക്ഷേ വളരെ പെട്ടെന്നൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ സമീപനം. അല്പം കൂടി വിശദമായ പരാതി അന്വേഷിക്കേണ്ടതുണ്ട്, അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നൊക്കെ അത്തരത്തിലുള്ള ആലോചനകളാണ് പോലീസിൽ നിന്ന് ഉണ്ടായത്. ഇനിയിപ്പോൾ ആ പരാതികളിലൊക്കെ വിശദമായ പരിശോധനയിലേക്ക്, പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോവുകയാണോ ഷഫീദ് റാവുത്തർ? റിജിത്ത, നിലവിൽ ഇപ്പോഴും നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മളിപ്പോൾ പൊതുസമൂഹത്തിന് മുൻപിൽ പ്രതികരിക്കാൻ തയ്യാറായി വന്നവരല്ല. മറ്റാരെങ്കിലും ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ, ഡയറക്റ്റ് പരാതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. ക്രൈംബ്രാഞ്ചിനോട് നമ്മൾ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് വന്ന വിവിധ പരാതികൾ അത് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡയറക്റ്റ് ഇര ഇതിനകത്ത് പരാതിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കിപ്പോഴും അറിയില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ചുവയോടുള്ള സംസാരമോ അല്ലെങ്കിൽ അശ്ലീല സന്ദേശമോ അയച്ച ഏതെങ്കിലും ഒരാൾ പരാതിപ്പെട്ടിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് പറയുന്നത് കുറച്ചധികം പരാതികൾ ഉണ്ടായിരുന്നു. ആ പരാതികൾ DGPക്ക് ലഭിച്ച പരാതികൾ തങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളെടുത്ത കേസ് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കതിനെ ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് നൽകിയ നിർദ്ദേശം, അത് പരാതി ഈ കേസെടുക്കുന്നതിലെ സാധ്യത അത് പരിശോധിക്കണം, അത് വിവരശേഖരണമടക്കം അക്കാര്യത്തിൽ നടക്കണം, വിശദമായ ഒരു പരിശോധന ആ വിഷയത്തിൽ നടത്തണം. പൊതുസമൂഹത്തിന് മുൻപിൽ ഇപ്പോൾ പ്രതികരണവുമായി എത്തിയിട്ടുള്ള ആളുകൾ അവർ ഏതെങ്കിലും തരത്തിൽ പോലീസുമായി സഹകരിക്കുമോ, അവർക്ക് പരാതിയുണ്ടോ,
ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ സാധ്യതകൾ പരിശോധിക്കണമെന്നുള്ളതാണ്. ഒരുപക്ഷേ ആദ്യ കേസ് എടുത്ത പശ്ചാത്തലത്തിൽ കൂടുതൽ പരാതികൾ ഉണ്ടോ എന്നുള്ള സാധ്യത അത് ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. ഏതായാലും രാഹുലിനെ സംബന്ധിച്ച് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വാദങ്ങളിൽ ഉയർത്തിയിട്ടുള്ള പ്രതിരോധങ്ങളിൽ അതിനെ കുറച്ചെങ്കിലും ദുർബലപ്പെടുത്തുന്നതിലേക്കുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം കോൺഗ്രസും ഒരു ഘട്ടത്തിൽ ഒരു ന്യായീകരണത്തിന്, ഒരു പ്രതിരോധത്തിന് നിയമ നടപടിയിലേക്ക് കടന്നിട്ടില്ലല്ലോ, ആരും പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ലല്ലോ, പോലീസ് കേസെടുത്തിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. റീജിത്ത്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകുന്നത്. ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന വകുപ്പാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. DGPക്ക് കിട്ടിയ വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. നേരത്തെ വെളിപ്പെടുത്തൽ നടത്തിയ യുവനടി റിനിയുടെ പ്രതികരണം കൂടി ഇപ്പോൾ ലഭ്യമാവുന്നു. അതിലേക്ക് ഇപ്പോൾ പോലീസ് ഈ ഒരു വിഷയത്തിൽ കേസെടുക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആരെങ്കിലും വിവരങ്ങൾ തേടിയാൽ അതിന്റെ വിവരങ്ങൾ കൈമാറും പോലീസ്. ഈ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് സ്വീകരിച്ചൊരു നടപടി കൃത്യമാണ്. അല്ല, ഞാൻ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. കോൺഗ്രസ് പാർട്ടി കൈവിട്ട സ്ഥിതിക്ക് ഈ ആരോപണ വിധേയൻ രാജിവെക്കണം എന്നുള്ളതാണോ ആവശ്യം? അല്ല, അതൊക്കെ ഞാൻ കുറിച്ചൊന്നും ഒപ്പയും ചെയ്യുന്നില്ല. അതൊക്കെ പ്രസ്ഥാനം തീരുമാനിക്കേണ്ട കാര്യം. ആരാണ് എന്താണ്. പരാതിക്കാരുണ്ടെങ്കിൽ പരാതിക്കാർക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കും എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. മുഖ്യമന്ത്രി തന്നെ നേരത്തെ അത് വ്യക്തമാക്കിയിരുന്നു. നിയമവശങ്ങളെല്ലാം പരിശോധിക്കുന്നു എന്നാണ് പിണറായി വിജയൻ നേരത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്.